നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡ് അവസാന നിമിഷം ഗോളടിച്ച് രക്ഷപ്പെട്ട് കയറി. ലഗാനസുമായിട്ട് 2-3 അവർ വിജയിച്ചിരിക്കുന്നത്. അക്കാഡമി താരം ഗോൺസാലോ ഗാർഷ്യയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിലെ ലഗാനസിന് അവസരങ്ങൾ ലഭിച്ചു. പിന്നെ റയൽ മാഡ്രിഡ് പിടിമുറുക്കുന്നു, 2 ഗോളിൻ്റെ ലീഡാവുന്നു. പക്ഷേ തിരികെ പണി വാങ്ങുന്നു. രണ്ടാം പകുതിയിലാണ് വിനി ജൂനിയർ ഇറങ്ങിയത്. അദ്ദേഹം മികച്ച രൂപത്തിൽ എതിരാളികളുടെ ഡിഫൻസിനെ പരാജയപ്പെടുത്തി മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിരുന്നു. ആമ്പിൾ ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ലീഡ് വർദ്ധിപ്പിക്കാൻ റയലിന് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിൽ എതിരാളികൾ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ വിജയിച്ച് കയറുമ്പോൾ റയൽ രക്ഷപ്പെട്ടു എന്ന ഫീലാണ് ആരാധകർക്കുള്ളത്. നമുക്കറിയാം, എക്സ്ട്രീംലി വീക്കെൻഡായിട്ടുള്ളൊരു റയൽ ടീമാണിത്. കാരണം പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ലഗാനസിൻ്റെ ഗോൾ കീപ്പറുടെ സേവുകൾ കൂടി നമ്മൾ പറയണം. ഏതായാലും മത്സരത്തിൽ റയൽ മാഡ്രിഡിനായിട്ട് ലൂക്ക മോഡ്രിച്ചും എൻട്രിക്കും ഗോൺസാലോ ഗാർഷ്യയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ലഗാനസിൻ്റെ ഗോളുകൾ വന്നത് ക്രൂസിൻ്റെ വകയായിരുന്നു. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോഡ്രിഗോ, എൻട്രിക്ക്, ആർദ ഗ്യൂളർ എന്നിവരൊക്കെയാണ് ആദ്യ 11-ൽ കളിക്കാനിറങ്ങിയത്. കളിയുടെ 18-ാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുക്കുന്നു. 25-ാമത്തെ മിനിറ്റിൽ എൻട്രിക്കിൻ്റെ ഗോൾ കൂടി വരുന്നു. അങ്ങനെ റയൽ 2-0 ലീഡിലേക്കൊക്കെ പോയി. പക്ഷേ 39-ാമത്തെ മിനിറ്റിൽ ക്രൂസ് ലഗാനസിന് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ മടക്കുന്നു. 2-1 എന്ന നിലയിലാണ് ഇടവേള സമയത്ത് സ്കോർ ലൈൻ ഉണ്ടായിരുന്നത്. രണ്ടാം പകുതിയിൽ 59-ാമത്തെ മിനിറ്റിൽ വീണ്ടും ക്രൂസ് ഗോൾ അടിച്ചതോടെ 2-2 സമനില. മത്സരം പുരോഗമിക്കവേ റയൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗോൾ വരുന്നില്ല എന്നതായിരുന്നു സ്ഥിതിവിശേഷം. പക്ഷേ ഒടുവിൽ അക്കാഡമി താരം ഗോൺസാലോ ഗാർഷ്യ കളിയുടെ ഇഞ്ചുറി ടൈമിൽ ഡയസിൻ്റെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ 3-1 വിജയവുമായിട്ട് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.